പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ മുൻ KPCC സെക്രട്ടറി NK അബ്ദുറഹ്മാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഗ്രൂപ്പ് യോഗമല്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. നടന്നത് സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റി യോഗമാണെന്നും അതുകൊണ്ട് തന്നെ പങ്കെടുത്തത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം അല്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN സുഹൈബ്, കാരശ്ശേരി പഞ്ചായത്ത് അംഗം NK അൻവർ, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സാദിഖ് പുൽപ്പറമ്പിൽ, ഫൈസൽ ഊരാളി എന്നിവർ വ്യക്തമാക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ മുൻ KPCC സെക്രട്ടറി NK അബ്ദുറഹ്മാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഗ്രൂപ്പ് യോഗമല്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ. നടന്നത് സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റി യോഗമാണെന്നും അതുകൊണ്ട് തന്നെ പങ്കെടുത്തത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN സുഹൈബ്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം NK അൻവർ, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സാദിഖ് പുൽപ്പറമ്പിൽ, ഫൈസൽ ഊരാളി എന്നിവർ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ ബോഡി യോഗം വിളിക്കുന്നതിന് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 23-ന് യോഗം നടക്കുകയും യോഗത്തിൽ സൊസൈറ്റിയുടെ ചെയർമാനായ NK അബ്ദുറഹ്മാൻ രാജി സന്നദ്ധത അറിയിക്കുകയും രാജി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് സൊസൈറ്റിയുടെ പുതിയ ചെയർമാനായി ജിജി ഉഴുന്നാലിനെയും മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ പരസ്യമായി വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് മാനേജർമാർ ഭാരവാഹികൾക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ച് ഷോക്കോസ് നോട്ടീസ് നൽകുകയാണ് ഉണ്ടായതെന്നും ഭാരവാഹികൾ മറുപടി വിശദീകരണം DCC പ്രസിഡന്റിന് രേഖാമൂലം നൽകിയിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മുക്കം.